ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ ഒരു 10 പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ വിശുദ്ധമായ നബി തങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റയായ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 10 ഒറ്റയൊറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. 21-ാമത്തെ രാവ്, 23, 25, 27, 29 ഇങ്ങനെ തുടങ്ങിയ ഈ രാവുകളെ ഉപയോഗപ്പെടുത്താൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരൊറ്റ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഏകദേശം 84 വർഷക്കാലം ഇബാദത്ത് ചെയ്ത പുണ്യമാണ്, പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. ആ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? തനസ്സലുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരുന്ന രാത്രിയാണ്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങുകയാണ്. വറൂഹു, റൂഹും ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ മുമ്പിലുണ്ടാകും. ഇതിന് റബ്ബിഹിം, റബ്ബിന്റെ അനുവാദത്തോടെ ഇറങ്ങി വരികയാണ്. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിന്റെ അനുവാദത്തോടെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ മലക്കുകൾ അവിടെ സംബന്ധിക്കുകയാണ്. ആ മലക്കുകൾ അവനക്ക് വേണ്ടി ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തിൽ മുഴുകുന്നവരെ മലക്കുകൾ വന്ന് ഹസ്തദാനം ചെയ്യുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ നാം ഇബാദത്തിൽ മുഴുകണം. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്നായുള്ള ഈമാനോടെ ഒരാൾ രാത്രി നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ചെയ്യുന്ന ഓരോ അമലിനും 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയാണ്. അന്നത്തെ രാത്രി നമ്മൾ ധാരാളം ഇബാദത്തുകൾ മുഴുകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ നബി തങ്ങൾ പറയുകയാണ്, മൻ ഖാല ഫീഹാ 3 മററാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗുഫിറ ലഹു ബിവാഹിദ വന്നജാതു മിനന്നാർ. അവന്റെ പാപം പൊറുക്കുകയാണ്, നരകമോചനം നൽകുകയാണ്. വഅദ്ഖലഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഇത്ര വലിയ കൂലിയാണ്. അപ്പോൾ ഓരോ ഇബാദത്തും നാം ചെയ്യുമ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ഉപയോഗപ്പെടുത്തണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ദിക്ർ ഏതായിരുന്നു? അവിടുന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, എനിക്ക് അഫ്വ് ചെയ്യണേ, മാപ്പ് ചെയ്യണേ എന്നുള്ള ഈ ഒരു ദിക്റാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ചൊല്ലിയിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് നാം അത് അധികരിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം, ദിക്റും സ്വലാത്തും തസ്ബീഹ് നിസ്കാരം എല്ലാം അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തസ്ബീഹ് നിസ്കാരം എന്താണെന്നറിയുമോ? 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് ഈ 2 വീതം അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കുക. 1-ാമത്തെ റക്അത്തിൽ നാം വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, നാം സൂറത്ത് ഓതിയിട്ട് തസ്ബീഹ് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ
അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. രണ്ടാമത്തെ റകഅത്തിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്താണ്. മൂന്നാമത്തെ റകഅത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്. നാലാമത്തെ റകഅത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ 4 റകഅത്തിൽ ഈ സൂറത്തുകൾ ഓരോ റകഅത്തും ഓതിയതിന് ശേഷം, ഓരോ റകഅത്തിലും ഈ സൂറത്തുകൾ ഓതിയതിന് ശേഷം നൃത്തത്തിൽ അഥവാ 15 തവണ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലണം. നൃത്തത്തിൽ 15, പിന്നെ റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ഇടയിലുള്ള ഇരുത്തത്തിലും ഒക്കെ 10 തവണ വീതം. ഒന്നാമത്തെ റകഅത്തിലെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് എണീറ്റ് നേരെ ഖിയാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അവിടെ ഇരുന്ന് 10 തവണ ചൊല്ലണം. അപ്പോഴാണ് ഒരു റകഅത്തിൽ 75 തവണ തസ്ബീഹ് വരുന്നത്. 2 റകഅത്തിൽ 150, അതേ 4 റകഅത്തിൽ 300 തസ്ബീഹ് വരികയുള്ളൂ. ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഖുർആൻ ഓതി മറ്റു അമലുകൾ ചെയ്ത് പരിശുദ്ധമായി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫറാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. വലിയ ഓഫറാണ്. ഇതിനെപ്പറ്റി കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം മഹാനായ ശംഊനുൽ അസീ റളിയല്ലാഹു അൻഹു ഒരൊട്ടകത്തിന്റെ താടിയിൽ കൊണ്ട് 1000 മാസക്കാലം റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത വലിയ മഹാനാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിച്ച് വഞ്ചനയിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഭാര്യയുടെ സഹായത്തോടെ അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് കെട്ടിയിട്ട് ഒരു തൂണിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ഛേദിക്കുകയാണ്, കണ്ണ് ചുഴ്ന്നെടുക്കുകയാണ്. ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹം ദുആ ചെയ്തു, റബ്ബേ 1000 മാസക്കാലം ഒരൊട്ടകത്തിന്റെ താടിയെല്ല് കൊണ്ട് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ്, അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഷ്ണം കഷ്ണമായി പോയ ശരീരമെല്ലാം അല്ലാഹു തിരിച്ചു നൽകി. എന്നിട്ട് അദ്ദേഹത്തിന് ആരോഗ്യം ലഭിക്കുകയാണ്. അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ മുഴുവനും മരണപ്പെട്ടു. ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ്, 1000 മാസക്കാലം ശംഊനുൽ അസീക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വെറും 60 70 കൊല്ലം മാത്രം ഈ ഭൂമി ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ അത് സാധിക്കുക? ഞങ്ങൾക്ക് 1000 കൊല്ലത്തെ ആയുസില്ലല്ലോ. അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ കാലാവധി ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ അത് ലഭിക്കുക? അവിടുന്ന് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രിയുണ്ട് സ്വഹാബ. ആ രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന അമലിന് 1000 മാസം ശംഊനുൽ അസീ റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോഴാണ് സഹാബത്തുൽ കിറാമിന് സന്തോഷമായത്. അപ്പോ 1000 മാസക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കുകയാണ്. ആ രാത്രി ഏതാണെന്ന് കൃത്യമായി പറഞ്ഞില്ല. അവസാനത്തെ 5 രാത്രികൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 മുഴുവനും ഇഅ്തികാഫിരിക്കാൻ നമുക്ക് കഴിയണം. നബി തങ്ങൾ അങ്ങനെയായിരുന്നു. അവസാനത്തെ 10 ആയാൽ നബി തങ്ങൾ എണീക്കുകയും തന്റെ വീട്ടുകാരെ വിളിച്ചു നിർത്തുകയും എന്നിട്ട് ആരാധനകളിൽ മുഴുകാൻ കൽപ്പിക്കുമായിരുന്നു. നബി തങ്ങൾ അവസാനത്തെ 10 മുഴുവനും ഇഅ്തികാഫിലായിരുന്നു. തന്റെ വീട്ടുകാരോട് പറയുകയും ചെയ്തിരുന്നു ഇബാദത്തിൽ മുഴുകാൻ. അതുകൊണ്ട് അവസാനത്തെ 10 ഇബാദത്തിൻ്റെതാണ്, അത് ആരാധനകളിൽ മുഴുകാനുള്ളതാണ്. ലൈലത്തുൽ ഖദറിനെ നേടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗത്തെ വിശുദ്ധ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ കിട്ടാത്ത 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് മുദ്മിനുൻ ഖംർ. ഒന്നാമത്തത് മുദ്മിനു ഖംറിൻ. ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗങ്ങളുണ്ട്. അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. ഒന്നാമത്തത് മുദ്മിനു ഖംറിൻ, മദ്യത്തിന്റെ അടിമകൾ, കഞ്ചാവിന്റെ അടിമകൾ. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവർ അതിൽ നിന്നും സമ്പൂർണമായി മാറി നിൽക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നത്തെ ഏറ്റവും വലിയ നാശമതാണല്ലോ ലഹരി. ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ കാരണം എത്രയെത്ര കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, എത്രയെത്ര പിടിച്ചുപറികൾ, ബലാത്സംഗങ്ങൾ, എന്തൊക്കെയാ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷയില്ല. അവർക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, കഷ്ടപ്പെടുത്തുന്നവർ, അവരെ ആക്രമിക്കുന്നവർ, മർദ്ദിക്കുന്നവർ, ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ലൈലത്തുൽ ഖദറിൽ രക്ഷയില്ല. എത്ര ഇബാദത്ത് ചെയ്താലും അവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? ഖാത്തിഉർ റഹിമാണ്, കുടുംബബന്ധം മുറിക്കുന്നവർ. കുടുംബബന്ധത്തെ വിച്ഛേദിച്ചവർ, കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ ബന്ധം വിച്ഛേദിച്ചു കഴിയുന്നവർ, ദിവസങ്ങളായി പിണങ്ങിക്കഴിയുന്നവർ, ഇവർക്കൊന്നും ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആ കുടുംബങ്ങളോട് ചെന്ന് സലാം പറഞ്ഞ് നല്ല നിലയിലായിട്ട് ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ കിട്ടൂല. നാലാമത്തത് മുഷാഹിൻ. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമനിൽ മുഷാഹിൻ, ആരാണ് ഈ മുഷാഹിൻ എന്ന് പറയുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹുവൽ മുസാരിം, മുസാരിമാണത്. യഅനില്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക 3 അയ്യാം, 3 ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനോട് പിണങ്ങിക്കഴിയുന്നവർ. 3 ദിവസം വരെ പിണങ്ങാം, എന്നാൽ 3 ദിവസത്തിൽ അപ്പുറത്തേക്ക് ഒരാളോടും പിണങ്ങാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പിണങ്ങിക്കഴിയുന്നവർ, തെറ്റിക്കഴിയുന്നവർ, ഇവർക്കൊന്നും ലൈലത്തുൽ ഖദർ ലഭിക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തെറ്റിക്കഴിയുന്നവരോടൊക്കെ നാം മിണ്ടണം, പിണങ്ങിക്കഴിയുന്നവരോടൊക്കെ നാം മിണ്ടണം. എന്നിട്ട് ആ ബന്ധങ്ങളെ ചേർക്കണം, സലാം പറഞ്ഞുകൊണ്ട് നന്നാവണം. എന്നിട്ട് വേണം ലൈലത്തുൽ ഖദറിലേക്ക് കടക്കാൻ. ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ കിട്ടൂല. അല്ലാഹു നമുക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ.